അത് പിന്നെ ദിയ ഇപ്പോ എന്തായാലും ഒരു മാരേജ് നടക്കാൻ പോണല്ലോ. അത് ദൈവം സഹായിച്ച് നല്ലപോലെ നടക്കുന്ന കാര്യങ്ങൾ പറഞ്ഞോണ്ടിരിക്കുകയായിരുന്നു. അല്ലാണ്ട് വേറൊന്നുമില്ല. ഓഹോ, അങ്ങനെ. അല്ല, ചോദ്യമൊന്നും തോന്നരുത്. നിങ്ങൾ തമ്മിൽ മുൻപ് എപ്പോഴെങ്കിലും പരിചയമുണ്ടോ? ഏയ് ഞങ്ങൾ അങ്ങനെ വിളിച്ചിട്ടുണ്ടാവാനാ. പിന്നെ ദിയനെ അതിനെ അറിയാം. മേ ബി ഇങ്ങനെ എന്തായാലും ക്യൂൻ ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ സിഇഒ ആണല്ലോ. അങ്ങനെ അറിയാം, അല്ലാണ്ട് ഞങ്ങൾ പരിചയമൊന്നുമില്ല. ആ, അതെ അതെ, അങ്ങനെ ചിലപ്പോൾ തോന്നിയതാവാൻ ചാൻസ് ഉണ്ട്. ആ, എന്നാ ശരി. നിങ്ങൾ എന്താ താഴേക്ക് വാ, നിങ്ങളെ വിളിക്കുമ്പോൾ ഞാൻ വന്നേ. അപ്പന്മാരും അമ്മമാരും ഫുഡ് കഴിക്കാൻ വിളിക്കുന്നുണ്ട്. പറ്റില്ല എന്ന് പറഞ്ഞ പറ്റില്ല അല്ലേ? നിന്നെ പഠിക്കാൻ വിട്ടതാ, അല്ലാണ്ട് പ്രേമിച്ച് നടക്കാനല്ല. ഇപ്പൊ കോളേജിനാ വിളിച്ചേക്കണേ. എനിക്ക് അവരോട് എല്ലാം സമാധാനം പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് മര്യാദയ്ക്ക് ഈ പരിപാടി നിർത്തിയേക്ക്. അത് നിനക്ക് നല്ലത്. മമ്മി മമ്മി അങ്ങനല്ല മമ്മി. എനിക്ക് അവളെ ഒരുപാട് ഇഷ്ടം. അവക്കും എന്നെ ഒരുപാട് ഇഷ്ടം മമ്മി. പ്ലീസ് മമ്മി, അവരോടൊന്ന് പറയുന്ന കേട്ടു മമ്മി. വെറുതെ മതി അലൻ കരഞ്ഞത്. നീ എത്രയൊക്കെ കരഞ്ഞെന്ന് പറഞ്ഞാലും ഇത് നടക്കാൻ പോകുന്നില്ല. നിന്നെ ആ കോളേജ് വിട്ടത് പഠിക്കാനാ. പിന്നെ ഇത്രയും കാലം ഒരു കുഴപ്പമില്ലായിരുന്നല്ലോ. ഇത് പെട്ടെന്ന് എവിടുന്നാ ഈ പ്രേം പൊട്ടി മുളച്ചു വന്നത്? ഇതാ നോക്ക്, ഞാൻ അവസാനമായിട്ട് പറയുക. നിങ്ങക്ക് രണ്ടുപേർക്കും കല്യാണപ്രായം ആവുമ്പോ ഞങ്ങളായിട്ട് ഒരു പെണ്ണുങ്ങളെ കണ്ടുപിടിച്ച് തരും. അവരെ കെട്ടിയാൽ മതി. അതിന്റെ ഇടയ്ക്ക് ലവ് മാരേജ് അത് ഇതെന്ന് പറഞ്ഞ് വല്ല റൂമേഴ്സ് ഞാൻ കേട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്റ്റാറ്റസ് ഉണ്ട്, അതിനനുസരിച്ച് ബിഹേവ് ചെയ്യാൻ. നിനക്കൊരു പെണ്ണിന് ഇഷ്ടമായിരിക്കാം, അത് കോളേജ് ടൈമിൽ അഫയർ, അത്രയും ഓർത്തോ മതി. അതിന്റെ അപ്പുറം ലൈഫിലേക്ക് അവളെ കൊണ്ടുവരേണ്ട ആവശ്യമില്ല. പിന്നെ ഒരു കാര്യം, വെറുതെ ഈ വേണ്ടാത്ത കാര്യങ്ങളൊക്കെ ചിന്തിച്ച് ഓർത്ത് ഇത് കരഞ്ഞ് മെഴുകി വിട്ടിരിക്കാനാണ് പ്ലാനെങ്കിൽ അത് ഈ വീട്ടിൽ നടക്കത്തില്ല. ഞാൻ ഇപ്പോഴേ പറയാ, നിങ്ങൾക്ക് രണ്ടുപേരുടെ ലൈഫിൽ ഒരു പെണ്ണുണ്ടെങ്കിൽ അത് ഞങ്ങൾ കണ്ടുപിടിച്ചു തരും. അത് ആ സമയമാകുമ്പോൾ ഞങ്ങൾ നോക്കണം. അതിന്റെ ഇടയ്ക്ക് വല്ല റൂമേഴ്സ് ഇതുപോലെ കേട്ടിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ആയിരിക്കല്ലോ ഞാൻ പെരുമാറുന്നത്. അലൻ, നീ എന്താ ഫുഡ് കഴിക്കുന്നില്ലേ? കുറെ നേരമായാലോ എന്തോ ആലോചിച്ചിരിക്കുന്നേ? ഏയ് ഒന്നുമില്ല പപ്പ. എന്തോ എന്തോ ആലോചന. ഞാൻ കഴിച്ചോളാം. അല്ല, അത് പട്ടിയില്ലേ? പട്ടി എന്താ വീടിനകത്ത്? ഇത് ഇത്ര നേരം കണ്ടില്ലല്ലോ. ഇത് കടിക്കോ? എന്താ നീ ഇവിടെ നിൽക്കുന്നേ? എന്താ ചെയ്യും? എന്താ എന്തോ കണ്ട് പേടിച്ച പോലെ നിൽക്കുന്നേ? ഇതെന്താ പട്ടി വീടിനകത്ത്? ഓ അതാണോ? അത് ഞങ്ങളുടെ ബാ. പിന്നെ ദിയ പട്ടിന്ന് വിളിച്ചത് ഇപ്പൊ ഓക്കെ. പക്ഷെ ആ ജേക്കണം വെച്ചാലും പട്ടിന്ന് വെച്ചേക്ക ചേട്ടാ. പിന്നെ നിന്നെ തൂക്കിയെടുത്തെറിയും. കാരണം ഇവിടെ ആർക്കും ബാമിനെ പട്ടിന്നൊന്നും ഇഷ്ടമല്ല. അവന്റെ പേര് ബാ, അങ്ങനെ വിളിക്കുക. ബേസിക്കലി ഇത് ഡോർമാനല്ലേ? അല്ല, ഞാൻ കണ്ടതിൽ വെച്ച് ഡോർമാനൊക്കെ കുറച്ച് വിയേർഡ് വൈൽഡ് ആയിരിക്കും. ബട്ട് ഇത് ഭയങ്കര എന്തോ സംതിങ് സ്പെഷ്യൽ ഉണ്ടല്ലോ. അതൊന്നും ചെയ്യാനാ? അതിന്റെ തന്തേനെപ്പോൾ തന്നെ ഭയങ്കര ക്യൂട്ടാ. കാണുമ്പോ പേരിനൊക്കെ ഭയങ്കര വൈൽഡ് ആണെങ്കിലും ഉള്ളിൽ ഭയങ്കര പാവാ. എന്തോ ചെയ്യണ്ടേ? ചിലപ്പോ അങ്ങനെ ആയിരിക്കും. എടാ അലൻ, നിന്നെ താഴെ പപ്പ വിളിക്കുന്നു, വേഗം ചെല്ലങ്ങോട്ട്. നീ എന്താടി ഇവിടെ? ഇതിനോട് ഞാൻ പറഞ്ഞിട്ടില്ലേ വെറുതെ എന്റെ ലൈഫിലേക്ക് ഇന്റർഫിയർ ചെയ്യാൻ വരരുതെന്ന്? നീ എന്താ പിന്നെ ഇവിടെ? ഓഹോ, ഇത് ജെക്കെ സാറിന്റെ ലൈഫായിരുന്നോ? ഞാൻ ഓർത്തു ഒരു വീടായിരിക്കുന്നു. ഇതാ നോക്കുതിയോ, വെറുതെ എന്നെ കാണും നിന്റെ ഈ ഷോ ഉണ്ടല്ലോ, അത് നീ നിർത്തിയേക്ക്. കാരണം ഞാനൊന്ന് വിചാരിച്ച ഇപ്പൊ നീ കാണിക്കുന്ന ഷോ ഉണ്ടല്ലോ, അത് ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കാന്നതേ ഉള്ളൂ. മര്യാദയ്ക്ക് എന്റെ ദിവസം കൈയെടുക്കുക. കിടന്ന് പിടയ്ക്കാതെ പിടിച്ചതല്ലേ ഉള്ളൂ, അല്ലാണ്ട് വേറെ ഞാൻ ചെയ്തില്ലല്ലോ. എന്താ ചെയ്യണോ? താനെന്താ പറയുന്നേ? ഓ, എന്താ ദിയോ ഒന്നും അറിയില്ലാത്ത പോലെ. തന്റെ ഫേസ് കണ്ടിട്ട് എന്തൊക്കെയോ വേണമെന്ന് തോന്നുന്നുണ്ടല്ലോ. എന്താ
തരട്ടെ. ആണെന്ന് ഒന്നും ചെയ്യില്ല. ഓ ചലഞ്ച്, അത് എന്നെ പിടിച്ചോ. എന്താ ചെയ്യാൻ തനിക്കൊരു ബോധമുണ്ടോ? എത്ര ധൈര്യം ഉണ്ട് കേക്ക് കിസ് ചെയ്യും. ആ ഇത് ജസ്റ്റ് സ്റ്റാർട്ടിങ്. ഇനിയും താൻ എന്റെ മുമ്പ് കിടന്ന് ഷോ കാണിക്കാനാ പതിവെങ്കിൽ എന്റെ പൊന്നുമോളെ ഓർത്തു വെച്ചോ. പിന്നെ 10 മാസം കഴിഞ്ഞാല് പൊന്നുമോൾക്ക് എഴുന്നേറ്റ് നടക്കാൻ പറ്റത്തുള്ളൂ. അത് ഓർത്തു വെച്ചാ നല്ലത്. താൻ എന്താ ചെയ്യാൻ തനിക്കൊരു ബോധമുണ്ടോ? താൻ ഇപ്പൊ ചേച്ചിനെ കല്യാണം കഴിക്കാൻ പോവാ. എല്ലാവരോടും പറയുന്നത് തനിക്ക് ഇവിടെ ഇഷ്ടമാണെന്നാ. എന്നിട്ടിപ്പോ താൻ എന്നെ കിസ് ചെയ്തേ? ജെകെ, ഇത് തന്നെ പക്ക പ്ലാനിങ് എന്ന് എനിക്കറിയാം. പക്ഷെ ഇതിന് ഞാൻ കൂട്ടു നിൽക്കത്തില്ല. എല്ലാം ശരിയാ. എനിക്കിപ്പോ നിന്നെ കിസ് ചെയ്യാൻ തോന്നി. കൺട്രോൾ ഇപ്പൊ ഞാൻ കിസ് ചെയ്തു. ഇനി നാളെ നിന്നെ വേറെന്തെങ്കിലും ചെയ്യാൻ തോന്നിയാ എന്റെ കൺട്രോൾ പോലും ചെയ്തു കഴിഞ്ഞാ ഐ എം സോറി. എനിക്ക് ചെയ്തേ പറ്റത്തുള്ളൂ. ഇനി തനിക്കത് പോരെങ്കിൽ വേറെ എന്തെങ്കിലും കൂടെ ചെയ്യാം. എന്താ, ഓക്കെ ആണോ? Shut up. താൻ സംസാരിക്കുന്ന ആരോടൊന്നും താൻ മറക്കരുത്. പിന്നെ ഒരു തവണയും കൂടെ എന്റെ മുമ്പിൽ വെച്ച് ഇങ്ങനെ പറയാനാ തന്റെ ഉദ്ദേശമെങ്കിൽ ഈ കല്യാണം നടക്കാൻ പോകുന്നില്ല. അല്ല, ഞാൻ ഒരു കാര്യം ചെയ്യട്ടെ. നീ എല്ലാവരും പറഞ്ഞത് ഈ കല്യാണം മുടക്കുന്നു, അത് കഴിഞ്ഞ് പറഞ്ഞു ഈ കല്യാണം മുടക്കത്തില്ലെന്ന്. ഇപ്പൊ വേറെ എന്തൊക്കെയോ പറയുന്നു. ഫസ്റ്റ് നീ ഒരു കാര്യത്തിൽ ഉറച്ചിരിക്കുക, എന്നിട്ട് അതിനോട് പറ. ഓക്കെ? പിന്നെ നീ ഈ കല്യാണം മുടക്കി, ഈ കല്യാണം മുടങ്ങില്ലേ തന്നെ, ഐ മീൻ ഞാൻ ആന്റെ കല്യാണം കഴിച്ചില്ലേ തന്നെ, ഐ ഡോണ്ട് കെയർ. ബിക്കോസ് ഇനി അഥവാ എനിക്ക് ആന്റെ കല്യാണം കഴിക്കാൻ നീ സമ്മതിച്ചില്ലെങ്കിൽ നിന്നെ ഞാൻ കിട്ടും. ജസ്റ്റിൻ, നീ എന്താ പറയുന്ന പോലെ ബോധമുണ്ടോ? അല്ല, മാരേജ് എന്ന് പറയുന്ന അത്ര സില്ലി കാര്യമാണ് നീ ഓർത്തോണ്ടിരിക്കുന്നത്. ഒരാളെ കല്യാണം വെച്ചിട്ട് അടുത്തുള്ള കല്യാണം എന്ന് പറയും. നീ തന്നെ ഇത്ര വരെ പറഞ്ഞുകൊണ്ടിരുന്നത് നിനക്ക് ആനെ ഭയങ്കര ഇഷ്ടമാണെന്ന്. എന്നിട്ടിപ്പോ അതാവുമ്പോ നിന്റെ ഈ ഷോ എന്റെ മുമ്പിൽ നീ ഇപ്പഴേ ഉണ്ടല്ലോ, അതങ്ങ് നിന്ന് കിട്ടില്ല. അതാവും പിന്നെ നീ നേക്കിട്ട് എന്നീ കയ്യിലായിരിക്കും. അപ്പൊ പിന്നെ ഇപ്പോ ഞാൻ കിസ് ചെയ്യുമ്പോ നീ എന്തൊക്കെയാണ് പറഞ്ഞില്ലേ, അതെങ്കിൽ എനിക്ക് ഫുൾ ഫ്രീഡത്തോടെ ചെയ്യാതെ. എന്താ, സമ്മതിയോ ഈ കല്യാണത്തിന്? നിന്റെ ആ തിരുവാകുണ്ട്. ഇനി എന്നെ അങ്ങനെ പറഞ്ഞ ഉറപ്പായിട്ടും ഇതിയാ ഡേവിഡ് ആടെന്ന് നീ അറിയും. പച്ചയ്ക്ക് പറയുവാണെങ്കിൽ നിന്റെ കഴുത്ത് താലി കെട്ടുന്നതിന് മുമ്പ് നിന്നോട് ഇപ്പൊ ഇവിടെ വെച്ച് നിന്നെ കിസ് ചെയ്യാമെങ്കിൽ ഇനി നാളെ നിന്റെ കഴുത്തിൽ ഞാൻ താലി കെട്ടിയാ എന്തൊക്കെ ചെയ്യുന്നു നിനക്ക് ഊഹിക്കാന്നല്ലേ ഉള്ളൂ. ജസ്റ്റിൻ, നീ എന്താ ചെയ്തേ? ഞാനെന്തിനാ അവളെ കിസ് ചെയ്തേ? അല്ല, ഞാൻ എന്താ അവളോട് ഇങ്ങനെയൊക്കെ പറഞ്ഞത്? ഓ ഗോഡ്, ഞാൻ എന്താ കിസ് ചെയ്ത അവളെ? അല്ല, ഞാൻ നാനെ കല്യാണം കഴിക്കാൻ പോലെ ഒപ്പം ഞാൻ എന്തൊരു തീവ്ര കിസ് ചെയ്ത്. ഓ ഗോഡ്, ഇനി അവിടെ ആരെങ്കിലോട് പറഞ്ഞ ഞാൻ അപ്പോഴത്തെ വേണ്ടി ചിന്തിച്ചില്ല. ജുഹി, ഇന്നലെ തന്ന ഫയൽസ് ഞാൻ കംപ്ലീറ്റ് ആക്കിയോ? അതില് മൊത്തം ചെക്ക് ചെയ്ത് കഴിഞ്ഞു. ഇനി സൈൻ ചെയ്യാലോ? അത് പിന്നെ മാഡം, 4 ഫയൽസിൽ 2 ഞാൻ ചെക്ക് ചെയ്ത് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി 2 കൂടെ ഉണ്ട്. അത് കുറച്ച് ടൈം എടുക്കും. ഞാൻ ഈവനിങ്ങിനോട് എല്ലാം സെറ്റ് ആക്കി തരാം. ജിഫിനി എന്താ പറയുന്നത് ബോധമുണ്ടോ? അത് ഇമ്പോർട്ടന്റ് ഫയൽസാ. അതിൽ വല്ല എറേഴ്സ് വന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ മൊത്തത്തിൽ ബാധിക്കും. ആ ഇമ്പോർട്ടന്റ് 4 ഫയൽസുവാ. അത് വേഗം കംപ്ലീറ്റ് ആയി കൊണ്ടുവരണം, കേട്ടല്ലോ? പിന്നെ ആ 2 ഫയൽസ് ഉണ്ട്, അതോട് വെച്ചിട്ട് പോകും. എന്റെ ബാക്കി 2 വേഗം കംപ്ലീറ്റ് ആയി കൊണ്ടുപോവാ. ഓക്കെ? ജാക്സൺ, നിന്നോട് ഞാൻ പറഞ്ഞില്ലേ ആ ഡോക്യുമെന്റ്സ് വെരി ഇമ്പോർട്ടന്റ് ആണ്, അത് കെയർഫുൾ ആയിട്ട് നോക്കണമെന്ന്. എന്നിട്ട് നീ എന്ത് മുതലാ ഇങ്ങനെ കെയർലെസ് ആയിട്ട് ബിഹേവ് ചെയ്യാൻ തുടങ്ങിയത്? ജസ്റ്റ് നീ ഇങ്ങനെ ചൂടാവാതെ. ചൂടായിട്ട് നിന്റെ കാര്യമുണ്ടോ? അത് ഈ ഫയൽ ഇവിടെ തന്നെ കാണും, എവിടെ പോവാനാ? ചൂടാവുന്നതാണ് പ്രശ്നം. അപ്പൊ പിന്നെ ആ ഡോക്യുമെന്റ്സ് ഇമ്പോർട്ടൻസ് ഇല്ലേ? അത് എത്ര ലക്ഷങ്ങൾ നമ്മുടെ കയ്യിൽ പോകുമ്പോന്നറിയോ ആ ഡോക്യുമെന്റ്സ് ഇല്ലെങ്കിൽ? അത് പറഞ്ഞ നിങ്ങൾക്ക് ആർക്കും മനസ്സിലാവില്ല. അത് കൊടുക്കാൻ റെഡി ആണെങ്കിൽ എല്ലാവരും കൂടെ കെയർലെസ് ആയിട്ട് ഇവിടെ ബിഹേവ് ചെയ്തോണ്ടിരുന്നോ, കുഴപ്പമില്ല. ഇത് നോക്ക്, എന്റെ ജോലി ഞാൻ ചെയ്യുന്നത്, നിങ്ങൾക്ക് എല്ലാവർക്കും ഇവിടെ ജോലി ചെയ്യുന്നുണ്ട്. സോ അതിനനുസരിച്ച് എല്ലാവരും ബിഹേവ് ചെയ്യണം. സോ ആ ഇമ്പോർട്ടന്റ് ഫയൽ അത് പെട്ടെന്ന് കണ്ടുപിടിക്കണം. അതിന് എനിക്ക് യാതൊരു എക്സ്ക്യൂസും നിൽക്കേണ്ട ആവശ്യമില്ല. പിന്നെ ജാക്സൺ, അത് നിന്റെ ജോലിയും കൂടെ ബാധിക്കും. കാരണം നിന്നെയാണ് ഞാൻ ഏൽപ്പിച്ചത്. എന്നിട്ട് ആ ഡോക്യുമെന്റ്സ് കണ്ടില്ല പറഞ്ഞാൽ എങ്ങനെ നടക്കുക? രാവിലെ തന്നെ ജയസൻ സാർ കലിപ്പാണല്ലോ. എന്തെറ്റി? എന്താ കാണാതെ പോയെ? ഒന്നും പറയേണ്ട തീയ.
ജസ്റ്റിൻ സാറ് കഴിഞ്ഞ ദിവസം ജാക്സൺ സാറിന് ഒരു ഇമ്പോർട്ടൻറ്റ് ഡോക്യുമെന്റ്സ് കൊടുത്തു. അതിപ്പോൾ കാണാലെന്ന് പറഞ്ഞാണ് ഇപ്പം ഭയങ്കര ബഹളമായിക്കണേ. അത് ഇന്ന് സൈൻ ചെയ്ത് കൊടുക്കാൻ ഡോക്യുമെന്റ് ഇതുവരെ കിട്ടിയിട്ടില്ല. ഇന്നോ നാളെ എന്നാ പറഞ്ഞേ, പക്ഷേ ഇന്ന് കിട്ടിയാലല്ലേ നാളെ ഇങ്ങനെ സൈൻ ചെയ്ത് അത് അയച്ചു കൊടുക്കാൻ പറ്റത്തുള്ളൂ. അതിൻ്റെ എന്തോ പ്രശ്നം തോന്നുന്നു. എന്തായാലും ജാക്സന് രാവിലെ തന്നെ നല്ലതായിട്ട് കിട്ടിയിട്ടുണ്ട്. ഓ, പുതിയ പ്രൊജക്റ്റിൻ്റെ ആണോ വർമ്മ സാറുമായിട്ടുള്ള? മേ ബി ആയിരിക്കാൻ ചാൻസ് ഉണ്ട്. ആ ഡോക്യുമെന്റ് ആയിരിക്കും. എന്തായാലും ജസ്വിൻ സാറ് ഈ കമ്പനി അടച്ചുപൂട്ടായിരുന്നു പറ്റിയ. ജാക്സൺ, എന്താ പ്രശ്നം? എന്താ പറ്റി? ഓ വന്നോ? ഞാൻ ഓർത്തു ഇന്ന് ലീവ് ആയിരിക്കുന്നു. അല്ല ദിയ, നീ എന്ത് കൽപ്പിച്ച? ഇവിടെ ഓഫീസ് സ്റ്റാർട്ട് ചെയ്യുന്നത് 8:30. നീ വരുന്ന എപ്പോഴാ? അല്ല നിനക്ക് മാത്രം സ്പെഷ്യൽ നിയമമുണ്ടോ? ഇവിടെ എല്ലാരും വന്നല്ലോ. ജസ്റ്റിൻ, നീ എന്തിനാ അവളോട് ദേഷ്യപ്പെടുന്നേ? അവൾ ഇതെല്ലാം അറിഞ്ഞിട്ടാണോ? അവളെ പറഞ്ഞ ഇവിടെ ചോദിക്കാൻ പറഞ്ഞ ആൾക്കാരുണ്ടല്ലോ. ഇത് നോക്ക്, നിങ്ങൾ ഫ്രണ്ട്സ് ആയിരിക്കും എന്ന് പറഞ്ഞ് ഇവിടെ ഓഫീസ് ടൈമില് ഓഫീസ് നിങ്ങൾ സ്റ്റാഫ്സ് ആണ്. ഞാൻ നിങ്ങളുടെ CEO. അതിനിപ്പോ ബ്രദർ ആണ് സിസ്റ്റർ ആണ് അങ്ങനൊന്നും നോക്കില്ല, കേട്ടല്ലോ. എന്റെ ടെൻഷൻ നിങ്ങൾ ആർക്കും പറഞ്ഞാൽ മനസ്സിലാവില്ല. അത് എത്ര ഇമ്പോർട്ടന്റ് ഡോക്യുമെന്റ് നിങ്ങൾക്ക് അറിയാവോ? അതറിയില്ല. എന്നിട്ട് ഇപ്പൊ കയറി വന്നിട്ട് എന്താ പ്രശ്നമെന്നോ? ജെകെ, നിന്റെ ടെൻഷൻ മറ്റാർക്കും മനസ്സിലായാലും എനിക്ക് മനസ്സിലാവും ആ ഡോക്യുമെന്റ്സിന്റെ ഇമ്പോർട്ടൻസും. അതെന്റെ ഭാഗത്തുള്ള മിസ്റ്റേക്കാ. ഞാനത് കുറച്ചുകൂടെ കെയർഫുൾ ആയിട്ട് ഹാൻഡിൽ ചെയ്യണ്ടായിരുന്നു. ബട്ട് അത് ഇന്ന് തന്നെ ഞാൻ ഉറപ്പായിട്ട് എത്തിച്ചേക്കാം. ശരി ശരി, എനിക്ക് ആ ഡോക്യുമെന്റ്സ് ഇന്ന് ഈവനിങ് മുമ്പ് കിട്ടിയിരിക്കണം, കേട്ടല്ലോ. പിന്നെ എല്ലാവരോടും കൂടെ ഞാൻ പറഞ്ഞിരിക്കുന്നേ, ആ ഫയല് എത്രയും പെട്ടെന്ന് എന്റെ മുമ്പിൽ കിട്ടിയിരിക്കണം. അതില്ലെങ്കിൽ ഇന്ന് ഈവനിങ് ആർക്കും വീട്ടിൽ പോകുന്നു നിങ്ങൾ ഓർക്കണ്ട, കേട്ടല്ലോ. പിന്നെ ദിയ, നീ ഇവിടെ നിൽക്കും, എന്നിട്ട് ബാക്കി എല്ലാവരും പൊക്കോ, അവരുടെ ജോലി നോക്ക്. എന്നോട് നിൽക്കാൻ പറഞ്ഞ എനിക്ക് ഫയൽസ് നോക്കണം. സോ ഞാൻ പോവാ. ഓ, ഈ ജസ്വിൻ എന്താണ് പറഞ്ഞ് അതനുസരിക്കുക എന്നുള്ളതാണ് ഒരു പിയുടെ ജോലി. ഞാനിപ്പോ നിന്നോട് എന്താ പറഞ്ഞേ? അവരെല്ലാം പൊക്കോട്ടെ, നീ ഇവിടെ നിൽക്കാൻ. സോ ഡു വാട്ട് ഐ സെഡ്. അത് ശരിയാ, ഒരു CEO പറയുന്നത് ഒരു PA കേൾക്കുന്നതില് അത് റെസ്പോൺസിബിലിറ്റിയാ. പക്ഷേ വായിത്തൊന്ന് എന്ത് വിളിച്ച് പറഞ്ഞാലും അത് കേട്ടോണ്ടിരിക്കുക എന്നുള്ളത് അതൊരു PA റെസ്പോൺസിബിലിറ്റി അല്ല. അത് ചിലപ്പോൾ വേറെ PA കേൾക്കുമായിരിക്കും, പക്ഷെ ഈ ഡേവിഡ് അതിനു വേണ്ടി വന്നതല്ല, മനസ്സിലായോ? ഓ എന്റെ പൊന്നു ദിയ, ഇതാ എനിക്ക് നിന്നെ ഇഷ്ടപ്പെട്ടെ. ഈ ഞാൻ എന്ത് പറഞ്ഞാലും എന്റെ മുമ്പില് ഈ എന്ത് പറയാനുള്ള ഈ ആറ്റിറ്റ്യൂഡ് ഉണ്ടല്ലോ, അത് ഇവിടെ വേറെ ആർക്കും ഇല്ലാതൊരു ആറ്റിറ്റ്യൂഡ് നിനക്കുണ്ട്. അതെനിക്ക് ഇഷ്ടപ്പെട്ടു. കാരണം ഒരു CEO മുമ്പ് വെച്ച് ഒരു എംപ്ലോയി പോലും ഇത്ര അവന് സംസാരിക്കില്ല. പക്ഷെ നീ അതൊന്നും മനസ്സിലാക്കാണ്ട് അതൊന്നും വകവെക്കാണ്ട് ദാ എന്റെ മുമ്പില് എന്റെ കട്ടയ്ക്ക് പിടിച്ചിരിക്കുന്നില്ലേ, അതാ that's really like it. അതാ എന്നെ നിന്നിലേക്ക് ആകർഷിക്കുന്നത്. പറയാതിരിക്കാൻ വയ്യ. I like it. അത് നിങ്ങളെ പോലുള്ള ആൾക്കാർ വിളിക്കുക ഈഗോ, ആറ്റിറ്റ്യൂഡ്, അങ്ങനെ പലതും. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം അത് സെൽഫ് റെസ്പെക്ട്. വായിത്തോന്ന് എന്തും വിളിച്ച് പറയുന്ന അല്ലെങ്കിൽ എന്തും ചെയ്യാന്നുള്ള ഈ ഭാവം ഉണ്ടല്ലോ, അത് മര്യാദയ്ക്ക് മാറ്റിവെക്കുക. പിന്നെ താൻ എന്ത് പറഞ്ഞില്ല അത് കേട്ടോണ്ടിരിക്കാനും അതിനനുസരിച്ച് ചെയ്യാനുള്ള ആളല്ല ഞാൻ. എനിക്ക് എന്റേതായ സെൽഫ് റെസ്പെക്ട് ഉണ്ട്. ആ, ഈ സെൽഫ് റെസ്പെക്ട് ഒക്കെ നല്ല തന്നെയാണ്. പക്ഷെ അത് കാണിക്കേണ്ട അടുത്ത് കാണിച്ചില്ലെങ്കിൽ പിന്നെ അത് കാണിക്കാൻ എന്റെ പൊന്നുമോളുണ്ടാവില്ല. തന്റെ ഈ ബ്ലാക്ക് മെയിൽ കേട്ടാ വേറെ ഏത് പെണ്ണുങ്ങൾ പേടിക്കഴിക്കും. പക്ഷെ ആ കൂട്ടത്തിൽ ഈ ഡേവിഡിനെ കൂട്ടണ്ട, മനസ്സിലായോ? ഓ, അത് പിന്നെ എനിക്ക് പണ്ടേ മനസ്സിലായതാ. നീ അങ്ങനെ ഇങ്ങനൊന്നും ഒതുങ്ങുന്ന ടൈപ്പല്ല. നിന്നെ മെരിക്കേണ്ടതുപോലെ മെരിക്കുക, മെരുങ്ങാവുന്നതേ ഉള്ളൂ. അത് എന്റെ കൈ കിട്ടിയ ഞാൻ എങ്ങനെ വേണമെന്ന് കാണിച്ചു തരായിരുന്നു. എന്താ